ഹായ് ഫ്രണ്ട്സ്, ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് LP, UP, HS, HSS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന 30 ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പാർട്ട് 1ഉം 2ഉം കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? പ്രേമലേഖനം. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരവസരത്തിലാണ് ഈ ലഘു നോവൽ എഴുതിയത്. രാജ്യദ്രോഹപരമായി ഇതിൽ ഒന്നും ഇല്ലെങ്കിലും 1944 ഇത് നിരോധിക്കപ്പെടുകയും പിന്നീട് അതിൻ്റെ കോപ്പികൾ കണ്ടുകിട്ടുകയും ചെയ്തു. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ഓർമ്മയുടെ അറകൾ. ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചുവന്ന കുറിപ്പുകൾ 1973 നാഷണൽ ബുക്ക് സ്റ്റാൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലുള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു നോവലാണ് ആനവാരിയും പൊൻകുരിശും. 1951 ഇത് എഴുതിയത്. ആനവാരിയും പൊൻകുരിശും പണ്ട് വെറും രാമൻ നായരും തോമയുമായിരുന്നു. ഈ ബഹുമതികൾ അവർ ആർക്ക് കൊടുത്തു? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ നോവൽ എന്ന് ബഷീർ പറയുന്നു. സ്ഥലം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിൽ? ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു. താര, പാപ്പച്ചൻ, എലിക്കുട്ടി, പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? താര സ്പെഷ്യൽസ്. ബഷീർ ഭഗത് സിംഗ് മാതൃകയിൽ ഒരു തീവ്രവാദ സംഘമുണ്ടാക്കി. ഇതിൻ്റെ മുഖപത്രം എന്തായിരുന്നു? ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയത് ചില കത്തുകൾ ബഷീറിൻ്റെ കത്തുകൾ എന്ന പേരിൽ 2008 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചതാരാണ്? പത്രപ്രവർത്തകയായ KM ബീന. ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആരാണ്? MP പോൾ. സൈനബ, മണ്ടൻ മുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടായ ബഷീർ കൃതി? ശബ്ദങ്ങൾ. ബഷീറിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്ന പൂച്ചയെക്കുറിച്ച് ബഷീർ എഴുതിയ കൃതി? മാന്ത്രിക പൂച്ച. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ഏത് കൃതിയിൽ? മതിലുകൾ. നീലവെളിച്ചം എന്ന സിനിമയിലെ നായകൻ? മധു. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്നീ കൃതികൾ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ഏത് സർവകലാശാലയാണ്? സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ സർവകലാശാല. തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ 1954 ബഷീർ എഴുതിയ കൃതി? പാത്തുമ്മയുടെ ആട്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ബഷീർ ഏത് കഥയിലൂടെയാണ് സരസമായി അവതരിപ്പിച്ചത്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ ചിത്രമുള്ള 5 രൂപ സ്റ്റാമ്പും 2 രൂപ പ്രഥമ ദിനകവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതെന്ന്? 2009 ജനുവരി 1. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായിക നായകന്മാർ ആരൊക്കെ? കേശവൻ നായരും സാറാമ്മയും. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം? പത്മശ്രീ പുരസ്കാരം. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? MN വിജയൻ.
ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ ഏതാണ്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? പെരുമ്പടവം ശ്രീധരൻ. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിക്കപ്പെടുന്ന ചെറുകഥ അനർഘ നിമിഷം. തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ രചിച്ച ഗ്രന്ഥം MP പോൾ. പാത്തുമ്മയുടെ ആടിൽ നായികയായ ബഷീറിൻ്റെ സഹോദരി ഫാത്തിമ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി എഴുതിയത് ആര്? MA റഹ്മാൻ. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലസഖി ആദ്യം എഴുതിയത് ഏതു ഭാഷയിൽ? ഇംഗ്ലീഷ്. കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആര്? G. ശങ്കരക്കുറുപ്പ്. ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ ജന്മദിനം. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന ബഷീർ കൃതി മാന്ത്രിക പൂച്ച. ഫാബി ബഷീറിൻ്റെ മുഴുവൻ പേര്? ഫാത്തിമ ബീവി. വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പാർട്ട് 1ൻ്റെയും 2ൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.